ഹായ് ഫ്രണ്ട്സ്, ഇത് നല്ല സ്പോട്ടാണ്. പ്രത്യേക രസമാണ് ഇത് കാണാൻ. ഞാനിപ്പോൾ വാരൻകടവുള്ള നല്ല സ്ഥലമല്ലേ ഇത്. ഇവിടെ വന്ന് വെറുതെ ഇരിക്കാനും ഭയങ്കര രസമായിട്ടാണ്. ഈ ഇവിടുത്തെ വലിയ കാര്യമൊന്നും ആയിരിക്കില്ല. ഞാനിപ്പോൾ കുറ്റാട്ടക്കാരനാണ്. കുറ്റാട്ടിന്ന് അമ്മായിൻ്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അമ്മായിൻ്റെ വീട് ഭാരത്ത് ഒരു പ്രത്യേക രസമായിട്ടാണ് സ്ഥലം. ഇനി ഇത് കണ്ട, ഇത് പൂത്ത് കഴിഞ്ഞാൽ ഒരു അസാധ്യമാണായിരിക്കും. എന്നാ ഇനി പറയേണ്ട ഒരു എന്നാ മനം മയക്കുന്ന സുഗന്ധം. നോക്കിയാൽ എന്താ രസം. ഇതെല്ലാം ഇങ്ങനെ വീഡിയോ കാണുമ്പം ആൾ വിചാരിക്കും ഇത് ഏത് സ്ഥലത്തെത്തി, ആഫ്രിക്കയിലെങ്ങാണ്ട് എത്തിയെന്നായിരിക്കും. സ്വന്തം സ്ഥലം, കണ്ണൂരിലെ സ്ഥലം. നമ്മളിവിടെ നിന്ന് ഞണ്ടര പിടിക്കാൻ പോയി. നമുക്കത് ഇട്ട് നോക്കാം, എന്തായാലും കിട്ടും. മൂന്നെണ്ണം മതി. നല്ല ഫ്രഷ് മത്തിയാണ്. ഞണ്ടര പിടിക്കാൻ വേണ്ടി റിങ്ങും വലയെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു കൊതുക് വലേൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്ത് അതിൻ്റെ തക്കാണ് ഞാൻ ഈ മത്തി ഇങ്ങനെ മുറിച്ചിടുന്നത്. ഇതെല്ലാം ഇനി ഏടെ ഞണ്ടുണ്ടെങ്കിലും പാഞ്ഞും വരും. ഞണ്ടര പിടിക്കാൻ ഏറ്റവും ബെറ്റർ മത്തിയാണ്. മത്തീൻ്റെ എവിടെയുണ്ട് പാഞ്ഞും പിടിക്കും. അത് വൃത്തി കെട്ടി കൃത്യമായി ഈ റിങ്ങിൻ്റെ സെൻറ്റർക്ക് തന്നെ കെട്ടി വെക്കുക. ഇതുമാതിരി കെട്ടി നമുക്കൊന്ന് ഇട്ട് നോക്കാം. എന്തായാലും കിട്ടും. അതിൻ്റെ കയറെല്ലാം ഒന്ന് മടക്കിയിട്ട് വെക്കാം. ഇട്ട് ഏകദേശം ഒരു 5 മിനിറ്റ് ആയിട്ടില്ല. നോക്കിയോ, സൂപ്പർ സ്ഥലമല്ലേ. നോക്കിയാ നമുക്കൊന്ന് പൊന്തിച്ച് നോക്കാം. ഇത് വരുന്നുണ്ടോ ഇല്ലയോ ഒന്നൊന്നും പറയാൻ കഴിയില്ല. കണ്ട, വാ, ഫസ്റ്റ് ഞണ്ടിനെ പൊക്കിയിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റക്കായതുകൊണ്ട് തന്നെ എല്ലാം എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യേണ്ട രീതിയിൽ പറ്റിച്ച്. അത് ചവിട്ടുന്നറിയാം. കുറേ സമയം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് പിന്നെ അതിൻ്റെ മണം പോവും. അപ്പോൾ ഒന്ന് ചവിട്ടി വരച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി മണം കിട്ടും. എന്നാലേ ഞണ്ടിന് പിന്നെയും വരും. വലിയൊരു ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കാനോ അങ്ങനെ പെട്ടെന്ന് പറ്റിയിട്ടില്ല. സംഭവം ഞാൻ ഒറ്റക്കായതുകൊണ്ടാണ്. നല്ല സൈസ് സാധനമാണ്. ചവിട്ടി പിടിച്ച് കഴിഞ്ഞു. ഓക്കെ, സൂപ്പർ സാധനം. എൻ്റെ ഇറുക്കം കയ്യെല്ലാം നോക്കിയാൽ അയ്യവാ. ഞണ്ടിനൊരു പ്രത്യേകതയുണ്ട്, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അടിക്കേ, ഒരു മിനിറ്റ്. അടുത്ത ഞണ്ടിനും കൂടി എടുക്കട്ടെ. 2 എണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട, പെൺഞണ്ടിനാണ് വയറ് കൂടുതലുണ്ട്. ഒന്ന് നോക്കി നിങ്ങൾ ഉണ്ടാ, ഇത് വയറുണ്ടാ കൂടുതലല്ലേ. ആൺഞണ്ടിന് നോക്കിയാൽ വയറ് കുറച്ച് കുറവായിരിക്കും. പെൺഞണ്ടിനെ അപേക്ഷിച്ചിട്ട് ആൺഞണ്ട് കുറച്ച് വലുതുമായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ ഞണ്ടിൻ്റെ ഇതെന്നറിയാം. ഞണ്ട് ഈ പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ വയറിൻ്റെ അകത്ത് തന്നെയാണ് ഉണ്ടാവുക.
കുഞ്ഞുങ്ങൾ അതിൻ്റെ വയറിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവുക. അതില്ലേ, സ്വന്തം അമ്മയെ തന്നെ കൊന്നിട്ടാണ്, അതായത് അമ്മേനെ ഭക്ഷണമാക്കിയിട്ടാണ് കുട്ടികൾ ജീവിക്കുക. ഒന്ന് പൊന്തിച്ചു അമ്പട സാധനം കുറച്ച് ചെറുതാണ്, എന്നാലും മോശമില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അമ്മായിൻ്റെ മോൻ അരുണ് വരുന്നുണ്ട് പറഞ്ഞ്, ഇപ്പം എത്തുമായിരിക്കും. അവനോട് ചെറിയൊരു സഞ്ചി എടുക്കാൻ വേണ്ടി വലിയ സഞ്ചി എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതാ തങ്കപ്പനതാ ഇടുന്ന്. വാ നമുക്കൊന്ന് നോക്കാം. നല്ല ബസ്സുള്ള കയ്യാ നോക്കട്ട്. പണ്ടാരടങ്ങാൻ വേണ്ടി ഇത് ചെടിയുടെ ഒരു ചെറിയൊരു സംഭവമാണ് ഇത്. എന്താണ് പറ്റി പിടിച്ചില്ല, കൊറോണ വൈറസ് ഇല്ലേ അതുപോലത്തെ സാധനം ഇത്. നോക്കിയ എത്ര പാട്. തട്ടിയാലങ്ങ് പോകുന്ന കാര്യമുള്ളൂ. പൊളി അടിപൊളി സാധനം. ഏതാ സാധനം? നല്ല സേഫ് സാധനം. ഇതാരറിയാ? നമ്മളെ ഭംഗി വീട്ടിൽ പോയിട്ട് നമുക്ക് സംഭവം സെറ്റാക്കാം. സെറ്റ് വേഗം എടുക്കേ. എടുത്തിനെ ഇതിന് മറ്റേ കാലിട്ടൊന്ന് പോയിട്ട് പറിക്കട്ടാ. സംഗീത കുറച്ച് സേഫ് സാധനം. ഇല്ല ഇല്ല ഞാൻ എന്റെ ഫോണിലൊന്നും എല്ലാം നമുക്ക് അടുത്ത് പിടിക്കണോ? ആൾക്കാർക്ക് ഒരു വേഗം ഓക്കെ ഫോട്ടോ എടുത്തിട്ട് ഇതാക്ക് സരിതൊക്കെ ഇട്ട് കൊടുത്തേ. അല്ല അത് ഇറക്കങ്ങിന്റെ ഇതിനല്ലേ അതന്നെ പറഞ്ഞത്. ഇട്ട് കൊടുക്കേ എല്ലാവർക്കും സരിതൊക്കെ ഇട്ട് കൊടുത്തേ. നമ്മളെ ഏച്ചിക്ക് ഇട്ട് കൊടുത്തേ. ഇത് ഫസ്റ്റ് അല്ലേ? രണ്ടാമത്തെ കിട്ടും. ഇങ്ങോട്ട് കൊണ്ടേ ഒന്ന് കുത്തി. അപ്പുറത്ത് കുത്ത്. അപ്പുറം കുത്താൻ വേണ്ടി തന്നെ നിൽക്കുന്നു. ഇനി മറ്റേനൊന്ന് പുറത്തിട്ടോ. ഇനി ഇത് പുറത്തേക്ക് എല്ലാ നമ്മളിത് കുത്തിക്കൊണ്ട് ശരിയാ. അടുത്തവരെ പിടിക്കണോ? ഞാൻ മത്തി ഇളകിട്ടുണ്ടേ, തല ഇളകിട്ടുണ്ടേ. ഇത് ഞാൻ ബലയില പിടിച്ചേ. കൈ നോക്കണേ. അല്ല ഞാൻ ഫ്രണ്ട് ചവിട്ടി തരാം. കുറച്ചും കൂടി ഫ്രണ്ട് ചവിട്ടി. നിങ്ങൾ ലൂസാക്ക്, നിങ്ങള് പല ലൂസാക്ക്. ഇല്ല എടുത്തോ. നല്ല അനക്കി എടുക്കാൻ. ഞാൻ ഇത് എടുത്തിട്ട് ഞാൻ അങ്ങനത്തെ